Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are safe and fine at home. Today, let us start with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. Okay, today we are going to learn an interesting topic. Okay, are you ready? Yes, today we will learn about cloud computing. Most of you mustn't have heard about it. Cloud computing. എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം തുടങ്ങാൻ വേണ്ടിയിട്ട് ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ്. ആദ്യം നമ്മൾ ഓൾഡൻ ഡേയ്സിൽ ഇൻ ഓൾഡൻ ഡേയ്സ് ഇഫ് യു വാണ്ട് ടു സ്റ്റോർ എനിത്തിങ്, if you want to store some photos, suppose if you want to store a 150 photos, what will you do? Firstly, you take a picture on a camera, then process the photos അല്ലേ, ഫിൽം വഴി പ്രോസസ്സൊക്കെ ചെയ്തിട്ട് യു ടേക്ക് ദ ഹാർഡ് കോപ്പി അല്ലേ, എന്നിട്ട് അതൊരു ഡിജിറ്റൽ ആൽബം അല്ല, എന്നിട്ട് അത് നിങ്ങളൊരു ആൽബത്തിൽ പ്ലേസ് ചെയ്യും അല്ലേ, എന്നിട്ട് അതത്രയും സ്റ്റോർ ചെയ്യും അല്ലേ. അപ്പം സ്റ്റോറേജ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ആയത് എപ്പോഴാണ്? ഡിജിറ്റലി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയത് എപ്പോഴാണ്? കമ്പ്യൂട്ടേഴ്സൊക്കെ വന്നതിന് ശേഷം കമ്പ്യൂട്ടേഴ്സിനകത്ത് നമ്മൾ ഫോട്ടോസ് ഡിജിറ്റലി സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. വി സ്റ്റാർട്ടഡ് സ്റ്റോറിങ് ആർ ഫോട്ടോസ് ഓർ ആർ possessions like photos, videos, audios, etc. in the computer, or we had some extra devices called pen drives, or we had a data card, and we have a hard disk for what? For storing data. ഏതൊരു ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. എന്തൊക്കെ ഉപയോഗിച്ചു? ഡേറ്റ കാർഡ്, ഫ്ലാഷ് ഡ്രൈവ് ഒക്കെ ഉപയോഗിച്ചു അല്ലേ. ഡേറ്റ കാർഡ് മെമ്മറി കാർഡ് പോലെ അല്ലേ, ഡേറ്റ കാർഡ്, പെൻ ഡ്രൈവ് പോലെ ഫ്ലാഷ് ഡ്രൈവ്, പെൻ ഡ്രൈവ് എന്ന് പറയത്തില്ലേ, യെസ്. ദെൻ ഹാർഡ് ഡിസ്ക്, കമ്പ്യൂട്ടറിനകത്ത് ഉള്ളതാണ് ഹാർഡ് ഡിസ്ക്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വി ക്യാൻ സ്റ്റോർ ഡേറ്റ ഇൻസൈഡ് ദീസ് തിങ്സ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദീസ് തിങ്സ് ഹാവ് എ മെമ്മറി ലിമിറ്റേഷൻ. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അല്ലേ. 4 GB പെൻ ഡ്രൈവ് ആണ്, 4 GB കൂടുതൽ കയറത്തില്ലെന്നുണ്ടെങ്കിൽ അതൊരു ലിമിറ്റല്ലേ. ഇപ്പം 16 ഒക്കെ ഉണ്ട്, ബട്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഡ്രോബാക്ക്. സോ when we want to find out ലിമിറ്റ്ലെസ് സ്റ്റോറേജ് ഉള്ള സ്ഥലം എവിടെയാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വി ഫൗണ്ട് ഔട്ട് ദാറ്റ് വിർച്വലി നമുക്ക് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാം, റിയൽ ടൈമിൽ സ്റ്റോർ ചെയ്യാതെ വെർച്വലായിട്ട് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ്? ദർ ഈസ് എ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘമല്ലേ. അപ്പോൾ ദർ ഈസ് എ ക്ലൗഡ്. ഈ വേൾഡിലുള്ള എല്ലാ ആളുകൾക്കും സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം, ഒരു വെർച്വൽ പ്ലേസ്. വെർച്വലാണ്, ശരിക്കും ഇല്ല. ആ വെർച്വൽ പ്ലേസ് ഉണ്ട്, ശരിക്കും ഇല്ല, റിയൽ ആയിട്ടില്ല, പക്ഷെ അതൊരു വെർച്വലി ഉള്ള ഒരു സ്ഥലമാണ്. റിയലിൻ്റെ ഓപ്പോസിറ്റാണ് വെർച്വൽ. ഓക്കെ, അപ്പം ഒരു ക്ലൗഡ്, ആ ക്ലൗഡിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. ലോകത്തേത് ഭാഗത്ത് നിന്ന്, വേൾഡിൽ എവിടെ നിന്നാലും നിങ്ങൾക്ക് ആ ക്ലൗഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ആ ക്ലൗഡിനകത്ത് ലിമിറ്റ്ലെസ് എമൗണ്ട് ഓഫ് മെമ്മറി സ്പേസ് ഉണ്ടാവും. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലൗഡിൽ നിന്ന് ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് ഡേറ്റാസ് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നതിന് ശേഷം വി ക്യാൻ ആക്സസ് ഡേറ്റ ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ് യൂസിങ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആസ് ലോങ് വി ആർ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴിയേ ഇത് സംഭവിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോസിബിളാണ്. ഈ ക്ലൗഡ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഈസ് റെഫർഡ് ടു ആസ് ആൻ ഇൻ്റർനെറ്റ് ആസ് എ ലൊക്കേഷൻ വെയർ വി ക്യാൻ സ്റ്റോർ ആൻഡ് ആക്സസ് ഇൻഫർമേഷൻ ആൻഡ് സർവീസസ്. നമുക്ക് ഈ ക്ലൗഡ് വഴി, ഇൻ്റർനെറ്റ് വഴി സർവീസസും അതേപോലെ നമ്മുടെ ഇൻഫർമേഷനും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
ഇപ്പം ഞാൻ ഒരു 2500 ഫോട്ടോസ് ഉണ്ട്. ഓക്കെ, ഇതെനിക്ക് ഒരു സ്ഥലത്തും എനിക്ക് സേവ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. അപ്പം ഞാൻ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഫോട്ടോസ് വഴിയാണ് ഞാനിപ്പോൾ എൻ്റെ ക്യാമറയിൽ എടുക്കുന്ന എല്ലാ ഫോട്ടോസും ഗൂഗിൾ ഫോട്ടോസിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി സിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗൂഗിൾ ഫോട്ടോസിൽ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഫോട്ടോസൊക്കെ. ഐ ക്യാൻ സേവ് ദ ഫോട്ടോസ് ഓൺ ദ ക്ലൗഡ്. ആ ക്ലൗഡിൽ നിന്ന് എനിക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ ഐ ക്യാൻ യൂസ് ഇറ്റ് അല്ലേ ഫ്രം ഗൂഗിൾ ഫോട്ടോസ് ഒരു എക്സാമ്പിളാണ്, അതൊരു ആപ്ലിക്കേഷനാണ്. അപ്പം അതൊരു ഡ്രൈവിൽ, അത് ഏതെങ്കിലും ഒരു ഡ്രൈവിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നമ്മുടെ റിയൽ ടൈം ആയിട്ടുള്ള ഡ്രൈവല്ല, ഇൻ്റർനെറ്റിലുള്ളൊരു ഡ്രൈവാണ്. ആ ഡ്രൈവിൽ നമുക്കത് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസൊക്കെ നിങ്ങളുടെ ഫോണിൽ കാണും അല്ലേ. അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴിയാണ്. ക്ലൗഡ് വഴിയാണ് നിങ്ങളത് ആക്സസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്പേസും കുറയത്തില്ല. ഓക്കെ, അപ്പോൾ ക്ലൗഡ് ഉപയോഗിച്ച് യു ക്യാൻ വർക്ക് ഓൾസോ വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ. ഇപ്പോൾ ഇഫ് ഐ ഹാവ് അപ്ലോഡഡ് എ ഫയൽ, ഐ ഹാവ് അപ്ലോഡഡ് എ പ്രോജക്റ്റ് ഓൺ ഇൻ്റർനെറ്റ്. അതൊരു ഡ്രൈവിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലൗഡ് പോലെ ഒരു ക്ലൗഡിനകത്തൊരു ഡ്രൈവിൽ ഐ ഹാവ് അപ്ലോഡഡ് എ ഫയൽ ആൻഡ് ഇൻ ദാറ്റ് ഫയൽ ഐ ഹാവ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ടോപ്പിക്ക്. ഓക്കെ, ആ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് ആളുകളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സിനെ അറിയിക്കണം, അമേരിക്കയിലുള്ള ആളുകളെ അറിയിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഷെയർ മൈ ലിങ്ക് വിത്ത് ദം. ആ ലിങ്ക് വഴി ആ ഡ്രൈവിൽ അവർക്ക് കയറി ഓപ്പൺ ചെയ്ത് കാണാനും കഴിയും. സോ ഐ ക്യാൻ വർക്ക് സൈമൾട്ടേനിയസ്ലി അല്ലേ. എനിക്കിപ്പോൾ ഇവിടുത്തെ കമ്പ്യൂട്ടറും അവിടുത്തെ ഇൻ്റർനെറ്റും ഉപയോഗിച്ച് അമേരിക്കയിലുള്ള ആൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ടാവും, എനിക്കും ഇൻ്റർനെറ്റ് ഉണ്ടാവും. ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ അതർ പേഴ്സൺസ് വിത്ത് ക്ലൗഡ്. അപ്പം എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇഫ് യു ആർ സ്റ്റേയിങ് അറ്റ് 2 different places, okay, it is impossible for you to go to that place and share that file. If that is the case, you can put it on the cloud. ആ ക്ലൗഡിൽ നിന്ന് അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഏത് ഡേറ്റ ആണെങ്കിലും അത് നിങ്ങൾ ആ ക്ലൗഡിൽ പ്ലേസ് ചെയ്താൽ മതിയാകും, സ്റ്റോർ ചെയ്താൽ മതിയാകും. ദേ ക്യാൻ ആക്സസ് ഇറ്റ് ഫ്രം ദാറ്റ് ക്ലൗഡ്. ഒരു ലിങ്ക് കൊടുത്താൽ ആ ആക്സസ് ദ അതർ പേഴ്സൺ ക്യാൻ ആക്സസ് ഇറ്റ് ഫ്രം ദാറ്റ് ക്ലൗഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, ആ സെയിം ഫയൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദിസ് ലെവൽ ഓഫ് കണക്ടിവിറ്റി, ടു ഇനേബിൾ ദിസ് ലെവൽ ഓഫ് കണക്ടിവിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസസ് എ നെറ്റ്വർക്ക് ഓഫ് സർവീസസ് വിച്ച് പ്രൊവൈഡ് സ്റ്റോറേജ് സ്പേസ് ആൻഡ് ആക്സസ് ടു ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. അപ്പം ഈ ഒരു കണക്ടിവിറ്റി എല്ലാവരും തമ്മിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ കമ്പ്യൂട്ടിംഗ് വിൽ യൂസ് ഡിഫറെൻറ്റ് ഒരു നെറ്റ്വർക്ക് തന്നെ ഉപയോഗിക്കും. നെറ്റ്വർക്ക് ഓഫ് സെർവറുകളുടെ ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ദീ സെർവേഴ്സ് വിൽ പ്രൊവൈഡ് സ്റ്റോറേജ് സ്പേസ് ആൻഡ് ആക്സസ് ടു ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. ഇപ്പം ഞാൻ ഗൂഗിൾ ഫോട്ടോസ് ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞു. അതേപോലെ പല ആപ്ലിക്കേഷൻസിലോട്ടും ആക്സസ് കൊടുക്കും. ഈ സെർവേഴ്സിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. എൻഡ്ലെസ് എമൗണ്ട് ഓഫ് മെമ്മറി സ്പേസ് ആ സെർവേഴ്സിൽ കാണും. അപ്പോൾ ദിസ് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ദ കോർ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് സർവീസും വേണം, അതേപോലെ നമ്മൾക്ക് ആ ക്ലൗഡിലോട്ട് നമ്മുടെ ഡേറ്റ ക്ലൗഡിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഫ്രം എനിവെയർ ഫ്രം ദ വേൾഡ് ദേ ക്യാൻ ആക്സസ്, എനി പേഴ്സൺ ക്യാൻ ആക്സസ് ദാറ്റ് ഡേറ്റ അല്ലേ. പക്ഷേ അതിന് സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ലിങ്ക് കൊടുത്താൽ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റൂ. Okay, cloud computing is a technology that uses the internet and remote servers to maintain data and applications. It provides computation, software, data access and storage services to the users independent of their physical locations. അപ്പം എവിടെ നിന്നാലും ഏത് ഫിസിക്കൽ ലൊക്കേഷനിലായിരുന്നാലും എന്തൊക്കെയാണ് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ കഴിയും. സോഫ്റ്റ്വെയർ, അതേപോലെ സോഫ്റ്റ്വെയർസ് കൊടുക്കും. സോഫ്റ്റ്വെയർസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് സർവീസസ്, അതായത് ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോ ഒരു സ്റ്റോറേജ് സർവീസാണ്. ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാനുള്ളൊരു സർവീസ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഗൂഗിൾ ഫോട്ടോസ്. അതുപോലെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ഇട്ട ഡേറ്റ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ക്ലൗഡ്. അതേപോലെ സോഫ്റ്റ്വെയർസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും യൂസിങ് ക്ലൗഡ് അല്ലേ.
It allows users to use applications without installation and access their personal files from any computer with internet access. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പേഴ്സണൽ ഏതൊരു കമ്പ്യൂട്ടറിൽ നിന്നും അവരുടെ പേഴ്സണൽ ഫയൽ, ഇപ്പം ഐ ആം ഗോയിങ് ടു ആൻ ഇൻ്റർനെറ്റ് കഫേ, ആ കഫേയിൽ ഇരുന്നിട്ട് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ആക്സസ് ഇറ്റ് ഫ്രം ക്ലൗഡ്. എനിക്കതിന് പെൻഡ്രൈവിലാക്കി കൊണ്ടുപോകേണ്ട കാര്യമില്ല. എനിക്ക് ഏതൊരു കമ്പ്യൂട്ടറിൽ നിന്നും എൻ്റെ ഫോട്ടോ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും യൂസിങ് മൈ ഇമെയിൽ ID. ഓക്കെ, ദെൻ ഈ ഒരു ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും, ഓൺലൈനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം സ്പ്രെഡ്ഷീറ്റ്സ് ആയാലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടേഷൻ എന്ത് കാൽക്കുലേഷൻസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ക്ലൗഡ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് സർവീസ് ഉപയോഗിച്ച് നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അതിനെ സേവ് ചെയ്യാനും പറ്റും. വെർച്വലി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. റിയാലിറ്റി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനകത്തല്ലാതെ ക്ലൗഡിൽ നമുക്കതിനെ സേവ് ചെയ്യാൻ പറ്റും. അതെവിടെ നിന്ന് വേണമെങ്കിലും നമുക്കതിനെ ആക്സസ് ചെയ്യാനും പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്. ഇന്നൊരു നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്. ഓക്കെ, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പം ഈ ക്ലാസ്സിൽ ഇത്രയും മതി. ക്ലൗഡ് കമ്പ്യൂട്ടിങ് നിങ്ങൾ നല്ലതായിട്ട് വായിക്കുക. ഓക്കെ, കൂടുതൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ് us wind up the class. Today's class is over. Assalamu alaikum warahmatullahi wabarakatuh.